எனக்கு இல்ல தெரிஞ்சா உனக்காக என் உயிரையும் கொடுப்பேன். தயவு செஞ்சு என்ன லவ் பண்ணல மட்டும் சொல்லிடாத. சித்திரவதை த்ரோட் பைத்தியக்காரத்தனமா பேசாத. நான் உன்னை லவ் பண்ண முடியாதுங்கிறதுக்கு 1000 ரீசன் இருக்கு. ப்ளீஸ் டாடே ஒரு கெஞ்சி கேட்கறேன். மனுஷன் காத்து தேடி போல வாய் தேடி போலடா. சாவு தேடி போக கூடாதுடா. சாவுனா நம்மள தேடி வரணும். உனக்கு கெஞ்சி கேட்கறேன். പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് അവളുടെ സ്വന്തം സിംബുവിന്റെ മന്മഥൻ മൂവിയിലെ ഏകദേശം ക്ലൈമാക്സിനോട് അടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ കഴിഞ്ഞ സീനിൽ ആ ഒരു ട്വിസ്റ്റ് സംഭവങ്ങളൊക്കെ ഫുൾ റിവീൽ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു എന്താ പറയാ, മദൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ നമ്മൾ കണ്ടത്. കംപ്ലീറ്റ്ലി ഒരു ഫ്ലാഷ് ബാക്ക് ഫുൾ ആയിട്ട് പറഞ്ഞു. എന്തൊക്കെയോ നടനങ്ങളായിരുന്നു സിംബുവിന്റെ, പ്രത്യേകിച്ച് സിംഗിൾ ഷോട്ട് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ നമ്മൾ ആ ഒരു ക്യാരക്ടർ ഫസ്റ്റ് മുതലേ കാണിക്കുമ്പോൾ ഈ ഒരു കൊല്ലുന്ന സമയം അല്ലെ, കൊല്ലുന്നില്ല, ആ ഒരു ഇരിക്കുന്ന ആളെ മീറ്റ് ചെയ്യുന്ന സമയത്ത്, മീറ്റ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് ആളുടെ മുഖത്തുനിന്ന് ചോര എന്ന സംഭവമുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനകത്ത് സിനിമയിൽ തന്നെ സിംബു, ഞാൻ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, അതുപോലെ ഞാനും എത്രയോ സിനിമകൾ കണ്ടതിൻ്റെ അകത്ത് പറയാണ്. ചിലപ്പോൾ അത് നമ്മൾ ഈ ചില സിനിമയിൽ പറയാറുണ്ട്, അതായത് സ്ട്രെസ് വരുന്നതുകൊണ്ട്, സ്ട്രെസ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മൂക്കുന്ന് ചോര വരാം, ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ഇത് സ്റ്റാമറിങ് വരാം സംസാരിക്കുന്നതിൽ, അങ്ങനെയുള്ള കൈവറയലുണ്ടാവും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ ഈ ക്യാരക്ടറിനൊന്നും കൂടി അറിയില്ല. ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാ പിടിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഈ ക്യാരക്ടർ സൈക്കോയിലോട്ട് മാറിയൊന്നും ഡൗട്ട് ഉണ്ട്. ആ ഒരു മൊമെന്റിൽ സ്പോട്ടിൽ നടന്ന സംഭവം, കാരണം അതിനുശേഷം ചേട്ടനോട് പോലും വലിയൊരു ഇതില്ല, കരുണില്ല. സംഭവങ്ങളൊക്കെ വിട്ടു, അതായത് ഫുൾ ആ ഒരു മാഡായി വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എന്തായാലും നമുക്ക് സീനിലേക്ക് പോകാം. റെഡിയാണ്? ഓ ഏറ്റു പറഞ്ഞല്ല, നീ വിടുവോ? വിടാനായിരിക്കും. അല്ല, പോലീസ് ഇവിടെ വന്നേക്കണല്ലോ മറ്റേ കോളേജിൽ. അവിടുത്തെ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു അവിടുന്ന്. അതെ എല്ലാരും ഇതല്ല, മറ്റേ അടി കൊണ്ടാളോ, അന്ന് അടിച്ചില്ലേ? ഇവിടെയും വന്നല്ലോ. ഫുള്ള് അന്വേഷിച്ചു തുടങ്ങിയല്ലോ. ஹலோ, நான் கோயம்புத்தூர்ல இருந்து பீட்ரூட் ஸ்டேஷன் இன்ஸ்பெக்டர். நான் கான்ஸ்டபிள் சுரேந்தர் தான் பேசுறேன். சுரேந்தர், மதன் உங்ககிட்ட கொடுத்த ஸ்டேட்மெண்ட்டும் எனக்கு இன்வெஸ்டிகேஷன்ல கிடைச்ச டீடைல்ஸும் கரெக்ட்டா ஒத்து போகுது. இந்த கேஸ் ஃபைலை நான் உங்களுக்கு இமிடியேட்டா கொரியர் அனுப்பி வைக்கிறேன், நீங்க ரிசீவ் பண்ணிக்கங்க. சரிங்க சார். அப்புறம் ஏசி தேவா சார் கிட்ட நான் ஃபோன் பண்ணேன்னு மறக்காம சொல்லுங்க. ஓகே? ഓക്കേ സർ, താങ്ക് യു സർ. മാച്ചിങ് ആണ് പറഞ്ഞ ഡീറ്റെയിൽസും മറ്റേതും തമ്മിൽ കറക്റ്റ് ആണ്. சார், நான் மதனோட மாமா. அவன் எந்த தப்பு பண்ணீங்க? அவன் எப்படியாவது டிலீட் பண்ணுங்க சார். என்கொயரி நடந்துட்டு இருக்கா, எல்லாம் உண்மை சொல்லிட்டு இருக்கான், கொஞ்சம் வெயிட் பண்ணுங்க சார். அவன் தப்பு பண்ணலங்க சார், அவன் தப்பு பண்ணல சார். இங்க பாருமா, அழாதம்மா, விடுமா. நான் சொன்னதுனால தான் உனக்கு உண்மையே தெரியும். இங்க பாருமா, நடக்கிறது நடந்துதான் தெரியும். என் மேலதான் தப்பு. நான் தான் அவசரப்பட்டு போலீஸ் கிட்ட சொல்லிட்டேன். எனக்கு முன்னாடி உண்மை தெரிஞ்சிருந்தா. மதனோட மாமா நீங்க தானே? ஆமாங்க. அம்மாடி, நீ அவனை போட்டு கொடுத்ததும் தப்பு, நாங்க அவனை புடிச்சதும் தப்பு. உள்ள விசாரணை முடிஞ்சு போச்சு. மதன் எல்லாம் உண்மை சொல்லிட்டான். மதன் ரிலீஸ் ஆகிறது உறுதி. அப்புறம் வெளியே சுத்திட்டு இருக்கானே மன்மதன், அவன் என்ன சார் தப்பு பண்ணா? தப்பு பண்ற பொண்ணுகளை தான் கொலை பண்ணா. நாங்க அவனை பிடிக்க மாட்டோம். நீங்க பிடிக்க மாட்டீங்க, சும்மா புருடானா நடந்துட்டு இருக்குது. இது எங்க பிடிக்க போகுது? அதனால நீங்க எதை பத்தி கவலைப்படாதீங்க. மதன் வெளியில வர போறது உறுதி. நீங்க தைரியமா போயிட்டு வாங்க. அம்மாடி, நீ தைரியமா போயிட்டு வாங்க, மதன் வந்துருவா. நாங்க அவனை பிடிக்க மாட்டோம். நீங்க பிடிக்க மாட்டீங்க. മറ്റേതല്ലേ പോലീസ് അങ്ങനെ പുറത്തെങ്ങനെ ശരിക്കും അറിയില്ല. கடத்தி கொலை செய்யப்பட்ட விவகாரத்தில் திடீர் திருப்பம் ஏற்பட்டுள்ளது. குற்றம் சாட்டப்பட்டு சிறையில் அடைக்கப்பட்டுள்ள இசைக்கல்லூரி மாணவன் மன்மதன் ஒரு அப்பாவி என்ற உண்மை போலீஸ் விசாரணையில் தெரிய வந்துள்ளது. மன்மதன் போலவே தோற்றம் கொண்ட அவரது தம்பிதான் இவ்வளவு கொடூரங்களையும் அரங்கேற்றியவன் என்பதும் கண்டுபிடிக்கப்பட்டுள்ளது. இந்த பரபரப்பான சூழ்நிலையில் தான் நாளை மன்மதன் மீதான வழக்கில் நீதிமன்றம் தீர்ப்பு வழங்குகிறது. அப்பாவியான மதன் விடுதலை செய்யப்படுவாரா அல்லது அவரது தம்பி பிடிபடும் வரை சிறையிலேயே வைக்கப்படுவாரா என்று அப்போதுதான் தெரிய வரும். நாளைக்கு கண்டிப்பா மதன் ரிலீஸ் ஆயிடுவாரா? கண்டிப்பா ரிலீஸ் ஆகிடுவாமா. நீ அவன் மேல இவ்வளவு அக்கறை காட்டுறத பார்த்தா நீ அவனை லவ் பண்ற. ஆமா. உன் லவ் அவன்கிட்ட சொன்னியா? இல்ல. ஐயோ, கிரேட் த மிஸ்டேக், லவ் த மிஸ்டேக்.
இதையெல்லாம் சுட சுட சொல்லிடணுமா? நாளைக்கு கண்டிப்பா மதன் ரிலீஸ் ஆவான். உன் லவ்வ சொல்றதுக்கு பீச்சோ பார்க்கோ தேவையில்லம்மா. கோர்ட் வாசல்ல போய் மதன் ஐ லவ் யூன்னு சொல்லி பாரு. அப்புறம் பாரு, என்னாத்தை மைதிலியே என்னை நீ காதலியே தரணானே தரணானே நான் இப்படியே உன்னை சுத்தி சுத்தி பாடிட்டு வருவான். இதை பார்த்துதான் ஜனங்க எல்லாம் வெயிட் பண்ணிட்டு இருக்காங்க. ஆபரேட்டர் ഓ ആ പാട്ടിന് വേണ്ടിട്ടാ വെയിറ്റ് ചെയ്ത്. എനിക്കത് പാട്ട് ചിലപ്പോ മുന്നേ ഇറക്കിയിട്ടുണ്ടാവില്ല ആ സമയത്ത്. ആണാ ഈ പാട്ടുണ്ടാ? ഈ പാട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പാട്ടുണ്ട്. പിന്നെ പൊതുവെ സിനിമകളിൽ അവസാനം ഒരു പാട്ട്. ആ ഈ മ്യൂസിക് എനിക്കറിയാം. എനിക്കറിയാം ഈ പാട്ടറിയാം. ഒരു പാട്ട് വേറെ തന്നെ ഇല്ല. ഒരു ഡാൻസ് ഉള്ള സംഭവം ശരിക്കും. பல இளம் பெண்களை கடத்தி கொலை செய்ததாக குற்றம் சாட்டப்பட்டுள்ள மதன் நிரபராதி என்பதும் மதனின் உடன் பிறந்த சகோதரர் மன்மதன் தான் குற்றவாளி என்பதும் தகுந்த ஆதாரங்களுடன் நிரூபிக்கப்பட்டுள்ளது. எனவே குற்றம் சாட்டப்பட்டுள்ள மதனை நிரபராதி என்று தீர்ப்பளித்து இந்த நீதிமன்றம் விடுதலை செய்கிறது. மேலும் தலைமறைவாக இருக்கும் மன்மதனை விரைவில் கைது செய்ய நடவடிக்கை எடுக்கும்படி காவல்துறைக்கு இந்த நீதிமன்றம் ஆணையிடுகிறது. மதன் எப்படி மாமா இருக்கீங்க? மதன் நல்லா இருக்கியாப்பா? மதன் 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 அங்க பாரு, உனக்காக ஒருத்தர் வெயிட் பண்ணிட்டு இருக்காங்க. போப்பா, ரொம்ப நேரம் வெயிட் பண்ணிட்டு இருக்காங்க. போ போப்பா போ. ചിന്നു പറഞ്ഞു കൊടുത്തല്ലേ. ഇനി എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടാവുമോ? ചെറിയൊരു ഡൗട്ട്. ഇത് മതം തന്നെയാണോ മറ്റേ ആളാണോ? ஒரு மன்மதன் நடிச்சு போலீஸ்ல காட்டி ഇല്ല അങ്ങനെ ഒരു ടെസ്റ്റിന് സാധ്യത. இந்த உண்மை முன்னாடியே தெரிஞ்சிருந்தா இப்படி பண்ணிருக்க மாட்டேன். രണ്ടുപേർക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ട്രിക്കാണോ? உன்னை எனக்கு எந்த அளவுக்கு பிடிக்கும் தெரியுமா? நான் ரொம்ப love பண்றேன். தப்பார், நீ என்ன லவ் பண்றேன்னு எனக்கு முன்னாடியே தெரியும். நீ என்ன லவ் பண்ண கூடாதுங்கிறதுக்காக தான் எனக்கு ஒய்ஃப் இருக்கு அது இதுன்னு சொல்லி உன்னை அவாய்ட் பண்ண. ஆனா அதையும் மீறி நீ என்ன லவ் பண்ண ஆரம்பிச்சிட்ட. உன் மனசு கஷ்டப்படக்கூடாதுங்கிறதுக்காக தான் உன்கிட்ட உன் ஃப்ரெண்டா பழகுன. ஆனா இப்ப சொல்றேன், என்னால உன்னை லவ் பண்ண முடியாது. ஏன்லாம் எனக்கு தெரியாது. எனக்கு உனக்கு ஒத்து வராதியா? இது பார், நீ என்ன லூசு நினைச்சு பைத்தியம் நினைச்ச. உனக்கு ஒரு உண்மை தெரியுமா? நான் முதல்ல பார்த்தது காலேஜ்ல நீ நினைச்சிட்டு இருக்க. ஆனா நான் முதல்ல பார்த்தது என்னோட கனவுல. அப்ப நீ வந்து என்ன ரேப் பண்ணிட்ட. கனவுல வந்து உன்கிட்ட நீ கற்ப பறி கொடுத்த. காலேஜ்ல உன்னை பார்த்து நீ நல்லவன் தெரிஞ்ச உடனே என் மனசு பறி கொடுத்த. இப்போ நீ எனக்கு இல்லைன்னு தெரிஞ்சா உனக்காக என் உயிரையும் கொடுப்பேன். தயவு செஞ்சு என்ன லவ் பண்ணல மட்டும் சொல்லிடாத. சித்திரவதை பைத்தியக்காரத்தனமா பேசாத. நான் உன்னை லவ் பண்ண முடியாதுங்கிறதுக்கு 1000 ரீசன் இருக்கு. தயவு செஞ்சு புரிஞ்சுக்குவியா? என்னால உன்னை லவ் பண்ண முடியாது. അതല്ലേ ഡൗട്ട് അടിക്കുന്നത്. எப்ப நீ இந்த அளவுக்கு பிடிவாதமா இருக்கியோ, இதுக்கப்புறம் நான் உன்னை கம்பல் பண்ண விரும்பல. கண்டிப்பா நீ என்ன ஒரு நாள் ஏத்துக்க வேண்டிய நம்பிக்கை எனக்கு இருக்கு. நான் வரேன். குட் பை. எனக்கு உன்னை பிடிச்சிருக்கியா? நானும் தான் உன்னை லவ் பண்றேன். ஆனா என்னால என் லவ் மட்டும் சொல்ல முடியல. சொல்லவும் முடியாது. ஏன்னா ഞാൻ താ മന്മഥൻ. എനിക്ക് അങ്ങനെ തോന്നുന്നേ. ചോര വരുന്ന സീൻ കാണിക്കുമായിരിക്കും ചിലപ്പോ. ஒரு மன்மதன் நடிச்சு போலீஸ்ல காட்டி கொடுத்துட்டு இந்த உண்மை முன்னாடியே தெரிஞ்சிருந்தா இப்படி பண்ணிருக்க மாட்டேன். உன்னை எனக்கு எந்த அளவுக்கு பிடிக்கும் தெரியுமா? நான் ரொம்ப love பண்றேன். ഒന്നല്ല ചോര എനിക്ക് തോന്നിയായിരുന്നു ആ ഒരു സീൻ അത്രയും ഫോക്കസ് ചെയ്ത് കുറച്ചു നേരത്തെ കാണാൻ. ചോര ഉറച്ചോളണേ. பொண்ணுங்களை எல்லாம் கடத்தி கொண்டது எல்லாமே நான் தான். இந்த கொலைக்கும் என் தம்பிக்கும் எந்த சம்பந்தமும் இல்ல. அவன் லவ் பண்ண வைஷுவியும் சீனவியும் அவன் கொன்னது வரைக்கும் தான் உண்மை. ஆனா அதுக்கப்புறம் அவன் என் வீட்டுக்கு வந்தான். பொண்ணுங்களெல்லாம் நான் கொல்லுவேன், நான் தான் மன்மதன் அப்படின்னு அவன் என்கிட்ட சொன்னதா நான் போலீஸ் கிட்ட சொன்னது எல்லாமே போய். அந்த கொலை நடந்ததுக்கு அப்புறம் அவன் என் வீட்டுக்கு வந்தான்.
ஆனா நடந்தது வேற. ഓ അത് വേറൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ഫ്ലാഷ് ബാക്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് അവിടെ ഡൗട്ട് അടിച്ചായിരുന്നു. കാരണം അവിടെ അത്രയും ഇതൊക്കെ സെയിം തന്നെ. കൊന്നിട്ടൊക്കെ ഉണ്ട് ആള് അനിയൻ. என்னடா பண்ற? അത് ആ മൊമെന്റിൽ തീർത്തിട്ട് ആള് വന്ന്. அழுவாதடா. நீ செஞ்சதுல எந்த தப்பும் இல்லடா. நான் பாத்துக்கிறேன். நான் வேறொன்னு பண்ணலனே. அந்த அசிங்கத்தை பார்த்த உடனே ஒரு வெறியில பண்ணிட்டேன். ஆனா இப்ப ரொம்ப ரொம்ப பயமா இருக்குனே. நீ ஒண்ணும் பயப்படாதடா. நான் பாத்துக்கிறேன்னு சொல்றேன்ல. நீ பேசாம கொஞ்ச நேரம் படி, எல்லாம் சரியா போயிடும். നീ പടി പേസാമ. ഞാൻ சொல்றேன். രണ്ടുപേരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരുന്നു തോന്നുന്നു. അല്ലെങ്കിൽ ഒരാൾ ഇന്നസെന്റ് ആവണ്ടേ അവിടെ. ഇല്ലെങ്കിൽ പോലീസിനടുത്ത് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ രണ്ടുപേരും രക്ഷപ്പെട്ടില്ലേ ഏകദേശം. മറ്റൊരാളെ പിടിക്കണ്ടേ. ஏய் ஏய் அதுடா. ஏய் ഓ ஏய் என்னடா பண்ற? மனுஷனே நான் செத்துறேன். எனக்கு வாங்க பிடிக்கலனே. ஏய் நான் பாயல சொல்றேன். ഇല്ല ഇനി ഒരാള്. ஏய் 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 சொன்னா கேளுடா. டேய் பாயடா. டேய் போடா. இருடா. ப்ளீஸ் அண்ணே. ஏய் ഷോ என்னடா சொன்னா கேளுடா. சாவ கூடாதா? டேய் பாயடா. அண்ணே சொல்றடா. சொன்னா கேளுடா. ப்ளீஸ் அண்ணே. ஒரு கெஞ்சி கேளுடா. டேய் யாரடா? யாரடா? டேய் மனுஷன் காத்து தேடி போல வாய் தேடி போலடா. சாவு தேடி போக கூடாதுடா. சாவுனா நம்மள தேடி வரணும். டேய் ஒரு கெஞ்சி கேளுடா. யாரடா? நான் ஆல்ரெடி செத்துட்டேன். வெறும் போனே. இதெல்லாம் கீழ இருக்க கூடாது. நான் போறேன். டேய் 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 எனக்கு ஒண்ணு விட்டா வேற யாரும் இல்லடா. டேய் ப்ளீஸ் டா சொன்னா கேளுடா. അതാണ് ചേട്ടൻ്റെ ഇത്. பலி கொண்டா. டேய் உன்னால பலி தாங்க முடியாதுடா. டேய் பலி தாங்க முடியாதுடா. சொன்னா கேளுடா. என்னன்னா நீ இதெல்லாம் ஒரு வலியாட்ட. அந்த வலியே தாங்கிட்ட. இதெல்லாம் எனக்கு புரியுதுடா. அண்ணே அவளை கொன்னோன்னே அப்பவே செத்துருப்பேண்ணே. ஆனா நான் சாவு முடியல. ஏன்னா எனக்கு அப்பா அம்மாலாம் கிடையாதுண்ணே. எனக்கு எல்லாமே நீ தானே. என்னை எடுத்து வளர்த்து ஆளாக்குறது எல்லாமே நீ தானே. உன்ன மாதிரி ஒரு அண்ணன் எனக்கு அடுத்த நிமிஷத்துல கிடைப்பானா எனக்கு தெரியாது தெரியாது. அதனாலதான் உன்னை கடைசியா ஒரே ஒரு தடவை உன் மூச்சை பார்க்கணும் அப்படிங்கிறதுக்காக தான் நான் வந்தேன். உன்னை பார்த்துட்டேண்ணே. உன்னை பார்த்துட்டேன். எனக்கு அது போதும். நான் போறேண்ணே. நான் போறேன். எனக்கு வேணாம். நான் போறேண்ணே. போறேண்ணே. டேய் சொன்னா கேளுடா. டேய் மச்சான் நான் இருக்கேன்டா உனக்கு. டேய் டேய் மச்சான் வாடா. டேய் ப்ளீஸ் டா. மச்சான் வாடா வாடா. ഓ ப்ளீஸ் டா. ഓ ഈ ക്യാരക്ടറിനും വന്ന്. ഇത് നേരിട്ട് കണ്ടേണ്ട ആ ഒരു ഇതാണ് ഷോക്കം. ചോര വരുന്നതിന്റെ ഡൗട്ട്. നല്ല പെർഫോമൻസ് കേട്ടാ. 23 വയസ്സല്ലേ ഉണ്ടായിരുന്നു. കൊറേ സ്ഥലത്ത് സിംഗിൾ ഷോട്ടാണ്. അതന്നെ ആളാ വന്നൊരു ആ സമയത്ത് വന്നൊരു സ്ട്രെസ് ആണത്. അത് പോയിട്ടില്ല ഇപ്പോഴും. അതാണ് ലവിനും താല്പര്യമില്ലാത്തത്. ആള് അതിനുശേഷം உயிரோட தாண்டா இருக்க. ஒரு பொண்ணு ஏமாத்தா. இந்த பொண்ணை நீ கொண்டுட்ட. இந்த நாட்டுல எத்தனை பொண்ணு ஏமாத்திட்டு இருக்கா. ஏமாத்தா பொண்ணெல்லாம்
நான் கொள்றேன். உன் இடத்துல இருந்து நான் கொள்றேன். இனிமே நான் தான் நீ தான் நான். இனில இருந்து நீ மட்டும் மதன் இல்லடா, மன்மதன். செத்ததை மறைக்க போறேன், மறைக்கிறேன். ഇനിയിപ്പോ പോലീസിന് പിടിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരാളില്ല. അവിടെ തന്നെയാണോ കൊണ്ടുപോയത്? ഇനി അതാണ് സംഭവം. അതിനാണ് ആ ഒരു സംഭവം അവിടെ കഥ മറ്റേ രീതിയിൽ പറഞ്ഞത്. അതാകുമ്പോ എന്താ വെച്ചാൽ ആർക്കും പിടിക്കാൻ പറ്റില്ല. അതേ രീതി തന്നെയാണ് ചെയ്തേനി, ബാക്കിയുള്ള ആൾക്കാരെ ചെയ്യുന്ന പോലെ തന്നെ. എന്ത് സ്ഥലം അത് കാണയാ അടിയിലത്തെ? ഒരു സെറ്റപ്പ് ആക്കിയെടുത്താണ് ഇനി പിന്നീട്. വൃത്തിട്ട മണ്ണുണ്ട് അവിടെ. കാരണം മറ്റേ ബോഡി കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ ആള് ജീവനോടെ ഉണ്ടെന്നുള്ളൊരു ഇത് വരില്ലേ, പ്രൂഫ് വരില്ലേ. ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഷോട്ട് കാണിച്ചല്ലേ. ഫുള്ളായിട്ട് ആ ഒരു ക്യാരക്ടറിന്റെ ഇത് കാണിച്ചു. അത് ഭയങ്കര 2 അധ്യായം പോലെ ഉണ്ട് ശരിക്കും അല്ലേ? ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും 2 എപ്പിസോഡ് കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെ പറയുവാണെങ്കിൽ. എൻഡിലോട്ടാണ് ആ ഒരു ത്രില്ല് സംഭവം കുറച്ച് കൂടി വന്നത്. என் தம்பி எரிச்ச மாதிரியே என் மனசுல இருந்து என் காதலியும் எரிச்சிட்டேன். உன்ன மாதிரி ஒரு நல்ல பொண்ணு என் தம்பி கிடைச்சிருந்தா என் தம்பி வாழ்க்கையும் நல்லா இருந்திருக்கும், என் வாழ்க்கையும் உன்னோட சந்தோஷமா இருந்திருக்கும். ஆனா எல்லாமே விதிப்படி தான் நடக்கும். நான் இப்படித்தான் இருப்பேன், எனக்கு இதான் முக்கியம். நான் செய்யறது ரைட்டா தப்பான்னு எனக்கு தெரியாது, அந்த கடவுளுக்கு மட்டும்தான் தெரியும். அந்த ஆண்டவன் கூட இருக்கான். ഓ അങ്ങനെയാണ് നിർത്തിയേക്കണേ. അങ്ങനെയാണ് ആയത്. ഓൺലി ഗോഡ് ക്യാൻ ജഡ്ജ് ഹിം. അതാണ് സാധനം. ഓ അതാണ് ടു ബി കണ്ടിന്യൂഡ്. மன்மதன் தப்பித்திருந்தாலும் என்றாவது ஒரு நாள் அவன் சட்டத்திற்கு பதில் சொல்லியே தீர வேண்டும். അത് പറയുന്നുണ്ട്. എപ്പോ ഏതായാലും ആ ഒരു നിയമത്തിന്റെ മുന്നിൽ വരേണ്ടി വരുന്നു. ശരിക്കും സെക്കൻഡ് പാർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്. ചിലപ്പോ പ്ലാൻ ഉണ്ടാവും, ചിലപ്പോ പിന്നീട് എനിക്ക് തോന്നുന്നു ഇനി വരുമോ അറിയില്ല. പക്ഷെ അത് എന്താ പറയാ, പക്ഷെ ഈ ഒരു സ്റ്റോറി ഇല്ലേ, ഈ 2024 പ്രസക്തി എനിക്ക് അറിയില്ല എന്താന്ന്. പക്ഷെ ആ കാലഘട്ടത്തില് 2004 പടം ഇറങ്ങിയത് അല്ലെ, 10 വർഷം മുന്നേ, 20 വർഷം മുന്നേ 20 വർഷം മുന്നേ പടം ഇറങ്ങിയത്, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് 20 വർഷം മുന്നേ ഈ പടം ഇറങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല റിലവൻസ് ഉണ്ടായിരിക്കും. കാരണം ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ലവ് ഒക്കെ വളരെ കുറവാണ് അല്ലേ. പിന്നെ ആ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് ആ ഒരു സംഭവം കിട്ടാനുണ്ട്. കാരണം അത് ആ സമയത്ത് ഫ്രഷ് ടോപ്പിക്കും കൂടിയാണ്. പിന്നെ അവസാനത്തെ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒന്ന് അങ്ങോട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര പെർഫോമൻസ് ആണ്. അതായത് ഏറ്റവും ബെസ്റ്റ് തന്നെ ഫസ്റ്റ് ഇൻട്രോ ആണ്, അത് കഴിഞ്ഞ് പിന്നെ വരുന്ന സെക്കൻഡ് ഹാഫ് ഒന്ന് അങ്ങോട്ടുള്ള സാധനം. ഇതെല്ലാം ഭയങ്കര എന്താ പറയാ, ആ ഒരു സിനിമയുടെ സാധനം എല്ലാം ഉണ്ട് അതിനകത്ത്. അതിന്റെ ഇടയ്ക്ക് മാത്രമേ കുറച്ച് പ്ലെയിൻ ആവുന്നില്ല, പക്ഷെ ബാക്കിയെല്ലാം അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ 150 ദിവസം ഓടിയെന്നാ പറഞ്ഞത്. അപ്പം കാരണം വെച്ചാൽ ആ സിനിമ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും കുറെ ആൾക്കാർക്ക്. ചിലപ്പോൾ സംഭവം എന്താണെന്നറിയോ, 20 വർഷം മുന്നേ എന്ന് പറയുന്ന ടൈമൊക്കെ ഇപ്പൊ ഒരാളോട് ലവ് പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പൊക്കെന്ന് വെച്ചാൽ ഡേറ്റിംഗ് എല്ലാ സംഭവം ഉണ്ട്, അതൊക്കെ ഈസിയാണ്. പക്ഷെ പണ്ടത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് ഒരാളുടെ മുഖത്ത് നോക്കാൻ തന്നെ നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഇവൻ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ പറയാൻ തന്നെ പേടിയായിരിക്കും. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പൊ ഒരാൾ ഇഷ്ടം പറഞ്ഞു, പരസ്പരം ഇഷ്ടമാണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നീട് അത്രയും ട്രസ്റ്റ് കൊടുക്കും ഇല്ലേ, ഭയങ്കര. കാരണം പണ്ട് കാലത്തെ പ്രണയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് പോലെയൊന്നും അല്ല, ഭയങ്കര പ്യൂർ ആയിരിക്കും. കാരണം ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത്ര അഡ്വാൻസ്ഡ് ഉണ്ടോ ആ സമയത്ത്? 2004 ഉണ്ടോ? പക്ഷെ മറ്റേ ടൈപ്പ് ഫോണാണ്, അത് അത്ര അഡ്വാൻസ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലും ആ ഒരു ലവ് ലെറ്ററും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ആടെ എഴുതി വെക്കുന്നത് കണ്ടില്ല, ചുമരില്ലാന്ന് എഴുതി വെക്കുന്നത് എപ്പോഴും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ആ ഒരു ചിന്താഗതി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിൽ നിങ്ങൾ പ്രണയിച്ചിട്ടൊക്കെ ഒബിയസ്ലി ഉണ്ടാവില്ല. നമ്മള് മൂവി നമ്മളെ റിയാക്ഷൻ കണ്ടാൽ എനിക്ക് അറിയില്ല നിങ്ങളുടെ ഏജ് കാറ്റഗറി എന്താന്നുള്ളത്. പക്ഷെ എന്തായാലും നിങ്ങൾ അങ്ങനെയൊക്കെ കടന്നു വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ
ഒബ്വിയസ്ലി അങ്ങനെയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം പല മൂവീസിലൊക്കെ നമ്മൾ കാണുമ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ അതിന് കുറച്ച് ഇന്റൻസ് കൂടുതലായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പൊ ഞാൻ ഇതിനകത്ത് ചില സസ്പെൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ പറയുന്നില്ല, അങ്ങനെ ആയിരിക്കാം, പക്ഷെ അത് ആ കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ എന്ന് പറയുന്നത് നമ്മൾ 20 വർഷത്തിന് ശേഷം ഒരുപാട് വെറൈറ്റി ഓഫ് പടങ്ങൾ കാണുന്നുണ്ട്. നമുക്കറിയാം നായകൻ തന്നെ അവസാനം വില്ലനാവുന്നൊക്കെ. അപ്പൊ അതൊക്കെ നമ്മളിപ്പോ ഓൾറെഡി കുറെ ത്രില്ലേഴ്സ് കാണുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും. അതും പല ഭാഷയിൽ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം ട്വിസ്റ്റ് മനസ്സിലാവും. പക്ഷെ എന്നാലും ഗംഭീര ട്വിസ്റ്റ് ആയിരുന്നു. കാരണം പക്ഷെ എന്നാലും ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അവസാനം കാണിച്ച സാധനം അടിപൊളിയായിരുന്നു. അതായത് ചേട്ടൻ, അതായത് അനിയൻ അങ്ങനെ ഒരാൾ ഇല്ല എന്നുള്ളത്, ഇപ്പൊ ഇല്ല എന്നുള്ളത്, ജീവിച്ചിരിപ്പില്ല എന്നുള്ള സംഭവം പൊളിയായിരുന്നു. അവിടെയാണ് നമുക്ക് ചേട്ടനോട് ചെറുതായിട്ടൊരു ഇത് തോന്നുന്നത്. ആ ഒരു ക്യാരക്ടറിന് ആരുമില്ല, എന്താ പറയാ, എല്ലാം അനാഥനാണ് എന്നുള്ളൊരു സംഭവം അവിടെ വന്നു. പിന്നെന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടർ എല്ലാം നേരിട്ട് കണ്ടു. ഭയങ്കര ഷോക്കായി ആ ഒരു ക്യാരക്ടർ. അപ്പൊ തന്നെ അതന്നെയാണ് ബ്ലഡിന്റെ സംഭവം കാണിച്ചത്. അപ്പൊ അതന്നെയായിരിക്കും പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് അത് നടക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആൾ അനിയനെ കുറിച്ച് ഓർക്കുന്നുണ്ടാവും. ആ ഓർക്കുന്നതുകൊണ്ടാണ് ആ ഒരു സംഭവം വരുന്നത്, ആ ഒരു ഷോക്കിംഗ് സംഭവം. ആൻഡ് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്വിസ്റ്റ് എന്ന് പറയുന്നത് മറ്റേ തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു അനിയൻ ഇനി ഇപ്പം ജീവിച്ചിരിപ്പില്ല എന്നുള്ള സംഭവമില്ലേ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ബാക്കിയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്, കാരണം കാണുമ്പോൾ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു സംഭവം പൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ അത് മാത്രമല്ല STന്റെ 2 ക്യാരക്ടറായിട്ടുള്ള പെർഫോമൻസ് എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. 2 ക്യാരക്ടറായിട്ട്, അതായത് ആ ഒരു ക്യാരക്ടറായിട്ട് ഭയങ്കരമായിട്ട് അതിന്റെ മാനറിസംസ് പിടിച്ചു. ഈ ക്യാരക്ടർ ആണെങ്കിൽ ഈ ഒരു ക്യാരക്ടറായിട്ട് തന്നെ അങ്ങനെ നിന്നു. ആൻഡ് ഇമോഷണൽ സീൻസ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നത്, സിംഗിൾ ഷോട്ട് പെർഫോമൻസ് കുറേ സ്ഥലത്ത് അങ്ങനെ നല്ല രസത്തിലുള്ള, പ്രത്യേകിച്ച് ആ ഒരു അനിയൻ തൂങ്ങുന്ന സമയത്തുള്ള ആ ഒരു പെർഫോമൻസ്, പിന്നെ ഫസ്റ്റത്തെ ഹോസ്പിറ്റൽ സീന്, പിന്നെ എന്താ പറയാ മറ്റേ എന്തായിരുന്നു അനിയന്റെ തന്നെ ഒരു പെർഫോമൻസ് ഉണ്ട് അവിടെ നിന്നിട്ട് ആ ഒരു സിംഗിൾ ഷോട്ടിൽ കാണിക്കുന്ന അവരെ മുന്നേ 3 ആൾ നിർത്തി. അപ്പൊ പുള്ളിയുടെ മനസ്സിൽ നിന്ന് മറ്റേ കാതൽ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്, അങ്ങനത്തെ ഒന്നിനും പോയില്ല. അതായത് പക്ഷെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഓൺലി ഗോഡ് ക്യാൻ ജഡ്ജ്. അതെ, ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റോ ശരിയോ എനിക്കറിയില്ല, പക്ഷെ അതൊക്കെ ഗോഡ് കാണുന്നുണ്ട്, ഗോഡ് തീരുമാനിക്കട്ടെ. അതൊരുണ്ട്, കാരണം എന്താ വെച്ചാൽ ഇത് ഒരിക്കലും ഇൻഫ്ലുവൻസ് ആവരുതല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവസാനം പറഞ്ഞത്. ഒരു ദിവസം എനിക്ക് വേണം, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലൈൻ അവിടെ ആഡും ചെയ്തതും A സർട്ടിഫിക്കേഷൻ ആ സമയത്ത് കിട്ടാനും കാരണം അതുകൊണ്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, ചിലപ്പോ കുട്ടികളൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അനുകരിക്കാൻ ബുദ്ധിയില്ലാത്ത അനുകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എൻഡും കൂടി വിട്ടത്. അതായത് ചിലപ്പോ എന്നെങ്കിലും നിയമത്തിന്റെ മുന്നിൽ വരും എന്നുള്ളൊരു സംഭവം കൂടെ. പക്ഷെ എന്താ പറയാ, രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് പിന്നീട് പ്ലാൻ ചെയ്യാത്തതിന്റെ കാരണം അത് തന്നെ ആയിരിക്കാം. ആ സമയത്ത് സിനിമ സക്സസ് ആയി, പക്ഷെ അതിനുശേഷം ചിലപ്പോ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടാവാം. അതായത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളൊരു വല്ലാത്തൊരു ഇതുണ്ടാവും. അപ്പം സെക്കൻഡ് പാർട്ട് ഇറക്കി കഴിഞ്ഞാൽ ഹിറ്റാണെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവും. ഈ ഒരു സബ്ജക്ട് ഈ കാലഘട്ടത്തിൽ ഇപ്പോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റെലവന്റ് ആവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാലോ, ലവ് എന്ന് പറയുന്ന സംഭവം, സിൻസിയർ ലവ്, അതൊക്കെ പോയിരിക്കുന്നു കുറെയൊക്കെ അല്ലേ. അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പോ. ലവ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ തന്നെ നമ്മൾ എന്താ പറയാ, കോമഡിയിൽ തന്നെ കാണുന്നുണ്ട് 2-3 പേരൊക്കെ ഒരുമിച്ച്, അങ്ങനെയൊക്കെ സംഭവം. അതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ എത്രത്തോളം ആ ഒരു സിൻസിയർ ലവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ചുരുക്കം ചില ആളുകളിലിട്ട് മാത്രമായിട്ട് അതങ്ങോട്ട് ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയാണ് ഇപ്പോഴത്തെ ഒരു എല്ലാം കാണുമ്പോൾ തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പ്ലാൻ ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കായിട്ടോ അല്ലെങ്കിൽ അല്ലാതെ വേറെ ആരെങ്കിലും വേണമെങ്കിൽ വരാം, പുതിയ പുതിയ സംഭവങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ട്. പക്ഷെ എന്തായാലും പടം കൊള്ളാം, രക്ഷയില്ല. അപ്പൊ എന്തായാലും ഈ മൂവി സജഷൻ ചെയ്തവർക്കൊക്കെ അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ടുള്ള വരുന്നതാണ്. അതിലേക്കും